ഹലോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അമ്മ കുറച്ച് ഗ്ലിറ്റർ പേപ്പർ വാങ്ങിക്കൊണ്ടുവന്നത്. അപ്പോൾ അത് വെച്ച് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കുറേ ഐഡിയകൾ വന്നു. പക്ഷേ ഇതാണ് ഞാൻ അവസാനം സെലക്ട് ചെയ്തത്. അപ്പോൾ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളറിലെ ഗ്ലിറ്റർ പേപ്പർ എടുത്ത് സെലക്ട് ചെയ്ത് മാറ്റി വെച്ചു. എന്നിട്ട് അത് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ബ്ലാക്ക് എടുത്തിട്ട് അതിൽ ഹാർട്ടിൻ്റെ സിമ്പിളിലൊരു ഔട്ട്ലൈൻ വരച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡും ഈക്വലായിട്ട് തന്നെ കിട്ടും, അല്ല മറ്റേത് പാടാണല്ലോ. അങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇതേപോലെ തന്നെ വൈറ്റും അതേപോലെ റെഡും ഈ മൂന്ന് കളറാണ് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യം ബ്ലാക്ക് കട്ട് ചെയ്തു. 2 ബ്ലാക്കാണ് വേണ്ടി വന്നത്. അങ്ങനെ 2 ബ്ലാക്കും കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി അടുത്തത് വൈറ്റാണ്. വൈറ്റ് ബ്ലാക്കിനെക്കാളും കുറച്ചും കൂടെ വലുതായിട്ട്, ഒന്ന് വലുതും ഒന്ന് ചെറുതും അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ വൈറ്റും അതേപോലെ എടുത്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. അടുത്ത് ഇനി റെഡാണ് എടുത്തത്. റെഡ് 2 വൈറ്റിൻ്റെയും 2 ബ്ലാക്കിൻ്റെയും നടുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ സൈസിനാണ്, അതായത് ഈ 2ൻ്റെയും നടുക്ക് നിൽക്കുന്ന ഒരു സൈസ് അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തത്. അതും അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമ്മളെടുക്കുന്ന കുറച്ച് ബ്ലാക്ക് ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ കുനുകുനാ കട്ട് ചെയ്ത് കൊടുത്തു. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വൈറ്റ് ഹാർട്ടിൽ ബ്ലാക്ക് ഗ്ലിറ്റർ പേപ്പറും ബ്ലാക്ക് ഹാർട്ടിൽ ഗോൾഡൻ കളർ ഗ്ലിറ്റർ പേപ്പറും ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചത്. ഒരു കുറച്ച് ഹൈലൈറ്റ് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആദ്യം വൈറ്റ് ഹാർട്ട് എടുത്തിട്ട് അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ബ്ലാക്ക് ഗ്ലിറ്റർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഒരു സൈഡിൽ മാത്രമാണ് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നന്നായിട്ട് ഒട്ടിച്ച് പ്രസ് ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ 2 വൈറ്റിലും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചത് ബ്ലാക്കിൽ ഇതേപോലെ തന്നെ നമ്മൾ യെല്ലോ കളർ ഗ്ലിറ്റർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു. വൈറ്റിനെക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്. എന്തോ നല്ല ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കാണാൻ സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. ഫോണിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കുറച്ചും കൂടെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ 2 ബ്ലാക്കും 2 വൈറ്റും ചെയ്ത് മാറ്റി വെച്ചു. അതിനുശേഷം ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പി ആണ് എടുത്തത്. ത്രെഡോ എന്ത് വേണോ എടുക്കാം, പക്ഷേ ഈ കമ്പി ആകുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് ഈസി ആയിട്ട് തോന്നി. കാരണം നമുക്ക് ഇതിൻ്റെ ഹോളിട്ട് ചുറ്റി വെക്കാനും എല്ലാം നല്ലതായിട്ട് കംഫർട്ടായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ ഇതിൻ്റെ സൈസ് അനുസരിച്ചാണ് വെച്ചത്. ഏറ്റവും വലുത് മുകളിലും പിന്നെ സൈസ് കുറഞ്ഞു താഴോട്ട് അങ്ങനെയാണ് വെച്ചത്. അങ്ങനെ ആദ്യം ബ്ലാക്ക് വെച്ചു. എന്നിട്ടത് വൈറ്റിലോട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബാക്കിൽ വെച്ച് ഇങ്ങനെ കെട്ടിക്കൊടുത്തു. അതിനുശേഷം ഏറ്റവും മുകളിൽ നമുക്ക് ഇങ്ങനെ തൂക്കിയിടാൻ കണക്കിനാണ്. അപ്പോൾ അതും ഇതേപോലെ തന്നെ കമ്പി എടുത്ത് നന്നായിട്ടൊന്ന് കെട്ടിവെച്ചു. എന്നിട്ട് അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്ന് പറയണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.